ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ മാഘ നവരാത്രി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇട്ടിരുന്നു. കുറച്ച് ആളുകളൊക്കെ അത് കണ്ടിട്ടുള്ളൂ. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ട് അതനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകളിൽ എല്ലാവരും മുഴുകണം. അതുപോലെ ഇന്നലെ ഞാൻ ഭഗവത്ഗീതയുടെ ബാക്കി കുറച്ച് ഭാഗം ഇട്ടിരുന്നു. അതും എല്ലാവരും കാണണം, കാണാത്തവരുണ്ടെങ്കിൽ. അതുപോലെ ഇന്ന് രാവിലെ നളൻ്റെയും ദമയന്തിയുടെയും കഥയുടെ ബാക്കി ഭാഗവും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ. അതും എല്ലാവരും കാണണം. ഇന്ന് ഞാൻ മറ്റൊരു കഥ പറയാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കഥ കേൾക്കുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് പറയണം. കാരണം ചിലർക്കൊക്കെ കഥ കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പണ്ടൊരു കാലഘട്ടത്തിൽ ഹസ്തിനാപുരത്ത് അയോധധൗമ്യൻ എന്നു പേരുള്ള ഒരു ഋഷി വസിച്ചിരുന്നു. ആരുണി, ഉപമന്യു, വേദൻ എന്നിങ്ങനെ 3 ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ശിഷ്യരിൽ ഒരാളായ ആരുണിയെ വയലിലെ വരമ്പ് കെട്ടാനായിട്ട് വിട്ടു. വയലിൽ ചെന്ന ആരുണിക്ക് എത്ര ശ്രമിച്ചിട്ടും വരമ്പ് കെട്ടാൻ കഴിഞ്ഞില്ല. ക്ഷീണം കൊണ്ട് പരവശനായ അയാൾ, അതായത് ആരുണി, ഗത്യന്തരമില്ലാതായപ്പോൾ വയലിൽ സ്വയം വരമ്പായി കിടന്നു. അപ്രകാരം കൃഷി നശിക്കുമായിരുന്നതിനെ തടയുകയാണ് ചെയ്തത്. സമയമേറെ കഴിഞ്ഞിട്ടും ആരുണി ആശ്രമത്തിൽ മടങ്ങി വന്നില്ല. ആചാര്യൻ മറ്റു ശിഷ്യരോട് ആരുണിയെ തിരക്കി. അവർ പറഞ്ഞു, അങ്ങ് അവനെ വരമ്പ് കെട്ടാൻ വേണ്ടി പറഞ്ഞയച്ചുവല്ലോ. ഉടനെ ആചാര്യൻ പറഞ്ഞു, ശരിയാണ്, എന്നാൽ സന്ധ്യയായിട്ടും അവനെ കാണുന്നില്ലല്ലോ. നമുക്ക് വയലിലേക്ക് പോയി അന്വേഷിക്കാം. ആചാര്യനും മറ്റു ശിഷ്യന്മാരും വയലിലെത്തി. അവിടെ ചെന്ന് ആചാര്യൻ ആരുണിയെ കാണാത്തതുകൊണ്ട് ഉറക്കെ വിളിച്ചു, ആരുണി, ആരുണി, നീ എവിടെയാണ് കുഞ്ഞേ? വാ മോനെ, എൻ്റെ അടുത്തേക്ക് വാ. ആചാര്യൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ ആരുണി തുടർന്ന് ഗുരുവിനോട് പറഞ്ഞു, ഗുരുദേവാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. വയലിൽ നിന്നും വെള്ളം ഒഴുകി പോവുകയായിരുന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും വരമ്പടയ്ക്കാനായിട്ട് പറ്റിയില്ല. അവസാനം ഞാൻ തന്നെ സ്വയം വരമ്പായി അവിടെ കിടന്ന് ജലപ്രവാഹം തടഞ്ഞു. ഇപ്പോൾ അങ്ങ് വിളിക്കുന്നത് കേട്ട് ഞാൻ വരമ്പ് പൊട്ടിച്ച് വന്നതാണ്. അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ പ്രണാമങ്ങൾ. ഞാനിനി എന്തു ചെയ്യണമെന്ന് അവിടുന്ന് കൽപ്പിച്ചാലും. എളിമയും ഗുരുത്വവും ഭക്തിയും തുളുമ്പി നിന്ന ശിഷ്യൻ്റെ വചനം ശ്രവിച്ച ആചാര്യൻ പറഞ്ഞു, കുഞ്ഞി ആരുണി, നീ വരമ്പ് മുറിച്ച് എണീറ്റവനാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നീ ഉദ്ദാലകൻ എന്ന് അറിയപ്പെടും. നീ എൻ്റെ ആജ്ഞയെ അക്ഷരം പ്രതി അനുസരിച്ചിരിക്കുന്നു. ആകയാൽ 4 വേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളും നിനക്ക് കരഗതമാകുമെന്ന് പറഞ്ഞ് ആചാര്യൻ ശിഷ്യനെ അനുഗ്രഹിക്കുന്നു. ആ നിലയിൽ നിന്നെ ഞാൻ പഠിപ്പിക്കാം എന്ന് പറയുകയാണ്. വരലാഭത്തിൽ സന്തുഷ്ടനായ ആരുണി ആശ്രമത്തിലേക്ക് സന്തോഷത്തോടു കൂടി മടങ്ങുകയാണ്. എന്തിനാണ് ഞാൻ ഈ കഥ പറഞ്ഞത്? ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പരിപാവനമായ ഒരു ഉദാഹരണമാണ് ഈ കഥയുടെ പൊരുൾ. ഏതൊരു ഉത്തരവാദിത്വവും ഒരു ഗുരുവിന് ശിഷ്യനെ ഏൽപ്പിക്കാം. ശിഷ്യനത് പാലിക്കാൻ ബാധ്യസ്ഥനാണ്. നിയോഗിക്കപ്പെടുന്ന കാര്യത്തിൽ ശിഷ്യന് ശുഷ്കാന്തി ഉണ്ടാകണം. അയാളുടെ പ്രവൃത്തി 100% കുറ്റമറ്റത് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഗുരുദേവൻ പറഞ്ഞു വിട്ടതാണ് വരമ്പ് അടയ്ക്കാനായിട്ട്. പക്ഷേ ആരുണിക്ക് ഒരു തരത്തിലും അത് അടയ്ക്കാൻ പറ്റിയില്ല. എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ആരുണി തിരിച്ചു വരികയോ അതല്ലെങ്കിൽ അവിടെ മാറിയിരിക്കുകയോ ചെയ്തില്ല. ആരുണിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ പ്രവൃത്തി ചെയ്യാനായിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ അവിടെ ആരുണി ഒരു ത്യാഗമാണ് ചെയ്തത്. സ്വന്തം ശരീരം അവിടെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ചെളിയും മണ്ണും എല്ലാം വന്ന് ആരുണിയുടെ ദേഹത്ത് തട്ടിയിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. വെള്ളം ഒഴുകി വരികയാണ്. അപ്പോൾ ആരുണിയുടെ ശരീരം വേദനിക്കുന്നുണ്ടാകാം, മുള്ളുകൾ കാണും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദാർത്ഥങ്ങളൊക്കെ ആ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ഒഴുകി വരാം. അപ്പോൾ ആരുണിയുടെ ശരീരം അവിടെ വേദനിക്കുകയാണ്. വേദനിച്ചിട്ടും തൻ്റെ ഗുരുനാഥൻ, തൻ്റെ ആചാര്യൻ പറഞ്ഞത് അക്ഷരം പ്രതി
തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അനുസരിക്കാനായിട്ടാണ് അവിടെ ആരുണി ശ്രമിച്ചത്. ആ ത്യാഗം ആണ് അവസാനം അദ്ദേഹത്തിന് ഈ വലിയ ഒരു ഭാഗ്യത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് എത്തിച്ചത്. അപ്പോൾ ഏതൊരു കാര്യം നമ്മളെ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഏതൊരു കാര്യം നമുക്ക് നേടുന്നതിനും പുറകിൽ എന്തുണ്ടാകണം? ഒരു വലിയ ത്യാഗമുണ്ടായിരിക്കണം. അതായത് എളുപ്പത്തിലൊന്നും നമുക്കൊരു കാര്യവും സാധിച്ചു കിട്ടില്ല എന്നാണ് വ്യാസഭഗവാൻ ഈ കഥയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഈ വരം പഴയ്ക്കുന്നത് എന്തിനാണ്? കൃഷി നശിക്കാതിരിക്കാനാണ് അല്ലേ? ആശ്രമത്തിന് ആഹാരം ആ വരമ്പിൽ നിന്ന് ആ വരം പടച്ച് അവിടെ കൃഷി ചെയ്താൽ മാത്രമേ ആശ്രമത്തിലേക്ക് വേണ്ട ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ആശ്രമത്തെ ഊട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഗുരു ശിഷ്യനെ നിയോഗിച്ചത്. ശിഷ്യൻ അത് പൂർണ്ണമായി പാലിച്ചു. അത് ധർമ്മം തന്നെയാണ്. അവിടെ ഒരു കർമ്മം ചെയ്യുകയാണ്. പക്ഷെ ആ കർമ്മം വളരെ ചെറിയ ഒരു കർമ്മത്തിനാണ് ശിഷ്യനെ അവിടെ നിയോഗിച്ചത്. എന്തിനാണ്? വരം പടയ്ക്കാനായിട്ട്. പക്ഷെ ആ വരം പടയ്ക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് ആരുണി ഒരു വലിയ ത്യാഗമാണ് അവിടെ ചെയ്തത്. ആ ത്യാഗത്തിൽ കിട്ടിയ നേട്ടമെന്ന് പറയുന്നത് വളരെ വലിയ ഒരു നേട്ടമാണ്. ഇത് വ്യാസഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വ്യാസഭഗവാൻ ഓരോ കഥകളും പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് അദ്ദേഹം ഓരോ കഥയും പറയുന്നത്. നമ്മളായാലും നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം കിട്ടില്ല എന്ന് നമ്മൾ ഓർക്കുക. അഥവാ പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടിയാൽ അതൊരിക്കലും പെട്ടെന്ന് നമുക്ക് നിലനിൽക്കില്ല. പെട്ടെന്ന് തന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. പക്ഷേ ഒരു കുട്ടി തന്നെ പഠിക്കാനിരിക്കുന്നു, അവനത് പെട്ടെന്ന് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ അവനത് നിരന്തരം വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ച് പലരോടും ചോദിച്ച് അത് കൃത്യമായി മനസ്സിലാക്കിയെടുത്താൽ ജീവിതത്തിൽ ഒരിക്കലും അവനത് മറന്നു പോകില്ല. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ 2 ദിവസം പ്രാർത്ഥിച്ചു, 3 ദിവസം പ്രാർത്ഥിച്ചു. നമ്മളൊരു കാര്യത്തിന് വേണ്ടി, ഒരു ലൗകികമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 10 ഏകാദശി എടുത്തു, എനിക്ക് കിട്ടിയില്ല, ഉടനെ തന്നെ നമ്മളങ്ങ് നിർത്തുന്നു. എല്ലാ മാസവും 2 ഏകാദശി എനിക്ക് പറ്റത്തില്ല, ഞാൻ 1 ഏകാദശി എങ്ങനെങ്കിലും എടുക്കാം, അതുതന്നെ എനിക്ക് നോൺ വെജ് കഴിക്കാതിരിക്കാൻ പറ്റില്ല, പിന്നെ അങ്ങ് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം എടുത്തല്ലേ മതിയാകൂ, ഇങ്ങനെയൊക്കെ കരുതി എടുക്കുന്നവർക്കാണ് എന്തില്ലാത്തത്? ഫലസിദ്ധി കൈവരിക്കാത്തത്. പക്ഷേ നമ്മളൊന്നും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നമ്മൾ ഏകാദശികൾ എടുക്കുക, ദിവസവും പ്രാർത്ഥിക്കുക. നമ്മൾ ആ സമയങ്ങളിലൊക്കെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. എന്തിനാണ് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പറയുന്നത്? ഇപ്പോൾ ഭഗവാൻ എന്താണ്? നമ്മൾ മീൻ കഴിച്ചാൽ, അതല്ലെങ്കിൽ ഇറച്ചി കഴിച്ചാൽ ഭഗവാൻ എന്താണ്? ഭഗവാൻ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? ഇല്ല. ഏകാദശി എടുത്താൽ എന്ത്, എടുത്തില്ലെങ്കിൽ എന്ത്, ഭഗവാൻ എന്താണ്? ഒന്നുമില്ല. അവിടെ നമ്മൾ ഒരു ത്യാഗമാണ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് എന്നും മീൻ കൂട്ടി കഴിക്കണം, മീനില്ലാതെ ചോറിറങ്ങില്ല എന്ന് പറയുന്ന ആളുകൾ ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ മാസത്തിൽ 2 ദിവസം നമ്മൾ ഭഗവാന് വേണ്ടി അത് ഒഴിവാക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നൊരു ത്യാഗമാണ്. ആ ത്യാഗം നമ്മൾ കുറേ നാൾ നിരന്തരം ചെയ്യുമ്പോൾ അത് നമ്മുടെ ശീലമായി മാറും. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? നമുക്കതിൻ്റെ ഫലം തരും. അതല്ലാതെ എല്ലാം പെട്ടെന്ന് കിട്ടണമെന്ന് വിചാരിച്ചാൽ ദൈവം അതിനൊന്നും നമുക്ക് കൂട്ടു നിൽക്കില്ല. ഏതൊരു കാര്യമാണെങ്കിലും അത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു വലിയ ത്യാഗമുണ്ടെങ്കിൽ മാത്രമേ അത് നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഓരോരോ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഏതൊരു കാര്യം നമുക്ക് സ്ഥിരമായി നമുക്കത് കിട്ടണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു വലിയ ഒരു ത്യാഗം അല്ലെങ്കിൽ കഷ്ടപ്പാട് ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കൊരു ശാശ്വതമായ വിജയമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥന 10 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണല്ലോ വരുന്നത്, അതല്ലെങ്കിൽ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കാതിരിക്കരുത്, ഏകാദശികൾ എടുക്കാതിരിക്കരുത്. എത്ര പഠിച്ചിട്ടും എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് കരുതി പഠിക്കാതിരിക്കരുത്. ഒരാഹാരമുണ്ടാക്കി ഒരിക്കലത് ഫ്ലോപ്പായി, 2 തവണ ഉണ്ടാക്കി 3 തവണ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആകുന്നെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് നിർത്തരുത്. നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം എന്ത് ചെയ്യും? അത് ഏറ്റവും സ്വാദിഷ്ടമായ ഒരു ആഹാരമായി മാറും. അതുകൊണ്ട് ഏതൊരു വിജയവും നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തുണ്ടാകണം? ഒരു വലിയ പ്രയത്നവും ത്യാഗവും ഉണ്ടായിരിക്കണമെന്നാണ് ഈ കഥയിലൂടെ വ്യാസഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട്
ഭഗവത്ഗീതയൊക്കെ വളരെ കുറേശ്ശെ ഞാൻ പറയുന്നുള്ളൂ. അർത്ഥം ഓരോ വാക്കിൻ്റെയും അർത്ഥം പറഞ്ഞു തന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊരു ചാനലും ഇങ്ങനെ പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകും വാക്കുകളുടെ അർത്ഥം സഹിതം പറയുന്നത് കൊണ്ട് എല്ലാവരും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നേരം അതിനു വേണ്ടി മാറ്റിവെക്കുക. പിന്നെ കഥകൾ പറയുന്നത് എന്തിനാണ്? ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ എൻ്റെ അമ്മുമ്മയും അപ്പൂപ്പനും ഒക്കെ ഇഷ്ടംപോലെ കഥകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ നളൻ്റെയും ദമയന്തിയുടെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ഒക്കെ ഒരുപാട് കഥകൾ, മഹാഭാരതമൊക്കെ ഒരുപാട് ആവർത്തി എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. രാമായണവും മഹാഭാരതവും ഒക്കെ എനിക്കറിയത്തില്ല എത്ര ആവർത്തി ഞാനത് കേട്ടിട്ടുണ്ടെന്ന്. അത്രത്തോളം ആവർത്തി ഞാനത് കേട്ടിട്ടുണ്ട് ഇതുപോലുള്ള കഥകളെല്ലാം. കാരണം എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും സമയമുണ്ടായിരുന്നു, അവർ വീട്ടിലിരിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ അവർ എന്നെ വളർത്തിയത് അവരാണ്. അപ്പോൾ അവർ എനിക്ക് ഒരുപാട് കഥകൾ ആഹാരം കഴിക്കുമ്പോഴും സന്ധ്യയ്ക്കും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ ഒന്നിനും സമയമില്ല. അമ്മൂമ്മമാർക്കാണെങ്കിലും എല്ലാവർക്കും ജോലിയുണ്ട്, അത് കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ തിരക്കുകളുണ്ട്. അപ്പോൾ ഇതൊന്നും അമ്മൂമ്മമാർക്കും പലർക്കും അറിയില്ല, ഇല്ലേ? അമ്മമാർക്കും അറിയില്ല, കുട്ടികൾക്കും അറിയില്ല കഥകളൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊരു പുസ്തകം മേടിച്ച് വെച്ച് അത് വായിച്ച് എടുക്കാനായിട്ട് പലപ്പോഴും സമയം പോലും കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കഥകളൊക്കെ പറയുന്നത്. 10 പേരെങ്കിലും കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ എന്ന് കരുതി. കാരണം അവരൊക്കെ നമ്മുടെ ഈ സനാതനധർമ്മം അറിഞ്ഞും മനസ്സിലാക്കിയും മുമ്പോട്ട് പോകട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ കഥകളൊക്കെ ഞാൻ പറയുന്നത്. ഞാനിങ്ങനെ പറയുമ്പം ഞാനും കൂടെ ഇത് ഓർക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രായമായവരൊക്കെയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ കുട്ടികളെയും കൂടെ വിളിച്ചിരുത്തി അത് കേൾപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ കേട്ടിട്ട് അത് പറഞ്ഞു കൊടുക്കണം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. പുതിയ തലമുറകൾ നമ്മുടെ ഇതുപോലുള്ള കഥകളൊക്കെ മനസ്സിലാക്കിയും അറിഞ്ഞും വേണം മുമ്പോട്ട് വരാനായിട്ട്. അതല്ലെങ്കിൽ അത് വലിയ വലിയ ദോഷത്തെ പ്രദാനം ചെയ്യുമെന്ന് അറിയുക. ഇപ്പോൾ തന്നെ ആരുണി തൻ്റെ ഗുരുദേവൻ്റെ വാക്ക് എത്ര ഭംഗിയായിട്ടാണ്, എത്ര ഭക്തിയോടു കൂടിയാണ് അനുസരിച്ചതെന്ന് നോക്കുക. അതിൻ്റെ ഫലം വളരെ വലുതായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. ഇന്നത്തെ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും കുട്ടികൾ അനുസരിക്കുമോ? ടീച്ചേഴ്സിനോട് എത്ര കുട്ടികൾക്കുണ്ട് ബഹുമാനം? നമ്മൾ കാണുന്നതല്ലേ കോളേജുകളിലൊക്കെ അധ്യാപകരെ മുറിക്കകത്തിട്ട് പൂട്ടുന്നു, ഇല്ലേ? അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു, അവരുടെ കസേര തീയിട്ട് കത്തിക്കുന്നു. എന്തൊക്കെ പ്രവൃത്തികളാണ് നമ്മൾ കാണുന്നത്. ഒന്നുമില്ലേലും എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊരിക്കലും അവർ പറഞ്ഞു തന്നതല്ലേ, നമുക്കറിയാൻ മേലാത്തൊരു കാര്യം. 1000 തെറ്റുകൾ അവരിലുണ്ടാകാം, പക്ഷേ നമുക്കൊന്ന് ക്ഷമിച്ചു കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ദോഷവും ഉണ്ടാകാനില്ല. ഇതൊക്കെ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി സനാതനധർമ്മ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.